മിന്നു, ജിയ എന്താ ഇപ്പൊ പഠിത്തത്തിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്തത്? അവൾക്ക് എക്സാമിനൊക്കെ മാർക്ക് നല്ല കുറവാണല്ലോ. മിന്നുവിനെ ഒന്ന് അവളുടെ കാര്യം കൂടി ശ്രദ്ധിച്ചൂടെ? എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറയുന്നുണ്ട് സാർ. ഞാൻ നിർബന്ധിച്ച് പഠിക്കാൻ ഇരുത്തിയാലും അവള് ബുക്ക് വെച്ചിരിക്കുന്നത് കാണാം. പക്ഷെ എനിക്ക് പറയാനല്ലേ പറ്റൂ സാർ. എന്താ അവളുടെ പ്രശ്നം ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരാൻ വേണ്ടി? വല്ല ലവ് ഫെയിലിയർ എങ്ങാനും ആണോ? അല്ല, വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. അത് സാർ, അതിപ്പോ സാറിനോട് എങ്ങനെയാ? മടിക്കണ്ട, താൻ പറഞ്ഞോ. അത് ലവ് ഫെയിലിയർ ആണോന്ന് ചോദിച്ചാ അതല്ല. പക്ഷെ അത് ഏകദേശം ലവ് തന്നെയാണ് കാരണം. എന്തു പറ്റി? അത് ഇപ്പൊ ജിയക്കൊരു ലവർ ഉണ്ട്. അപ്പൊ ഇപ്പൊ കുറെ കാലമായിട്ട് അവർ തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഇല്ല. അതിന്റെ ടെൻഷനാണ് അവൾക്ക്. ബ്രേക്കപ്പ് ഒന്നും ആയിട്ടൊന്നുമില്ല. അല്ലാതെ ലവ് ഫെയിലിയർ ഒന്നും അല്ല. ഒരു കോണ്ടാക്ട് ലോസ് ആയതിനാണോ ഇത്രയും ടെൻഷൻ? എന്താ അങ്ങനെ? അത് അവൾക്ക് കുറച്ച് നല്ല ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താ അങ്ങനെ? അത് സാറിന് ഞങ്ങളുടെ കാര്യം അറിയാലോ. പക്ഷേ അവളുടെ ലവർ എന്ന് പറയുന്ന ആള് വലിയ കുടുംബത്തിലെ ആളാണ്. അപ്പോ അതുകൊണ്ട് ആരാൾ? സാറിന് മാളിക്കൽ ഗ്രൂപ്പ്സിനെ അറിയില്ലേ? മാളിക്കൽ ഗ്രൂപ്പ്സിന്റെ അനന്തരാവകാശിയാണോ ജിയുടെ ലവർ? ഓ മൈ ഗോഡ്, റിയലി? അതെ സാർ. ഓക്കെ, നൗ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ഹർ ഇൻസെക്യൂരിറ്റി. പക്ഷെ മിന്നു, അവളിപ്പോ ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്ന അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. അറിയാം സാർ, ഞാൻ പറയുന്നുണ്ട്. പിന്നെ താനീക്കാര്യം എന്നോട് പറഞ്ഞത് അവളറിയണ്ട. ശരി സാർ, ഞാനത് അങ്ങോട്ട് പറയാൻ വഴിയായിരുന്നു. ഓക്കെടാ, എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്, പിന്നെ കാണാം. ശരി സാർ.